السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله مولانا العلي العظيم. وقال النبي صلى الله عليه وسلم: من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد ولكن القوافل ماشيات ولو صات الكلاب النابحات. സമാദരണീയരായ സാദാത്തുക്കൾ, ആദരണീയരായ പണ്ഡിതന്മാർ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി വിദ്യാർത്ഥി സംഘടനയുടെയും നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സർവോപരി സഹനത്തോടെ, ക്ഷമയോടെ, വിട്ടുവീഴ്ചയോടെ ഈ പരിപാടി ശ്രദ്ധിക്കുകയും ഈ പരിപാടിക്ക് അവസരം തരുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, വളരെ അനിവാര്യമായൊരു സന്ദർഭത്തിൽ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ അജണ്ടയിൽ തീരെ പ്രാധാന്യം കൊടുക്കുകയോ സ്ഥാനം നൽകുകയോ ചെയ്യാതെ വളരെ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം ഈ പ്രസ്ഥാന വേദിയിൽ നിർവഹിക്കപ്പെടുന്ന ഒരു വേദി, അത്തരം ഒരു വേദിയാണ് 1-2 പ്രാവശ്യം ഈ പത്തപ്പിരിയത്ത് നടന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രബോധനം ലക്ഷ്യം വിട്ടുകൊണ്ട് 1920കളുടെ പരിസരങ്ങളിൽ കടന്നു വന്ന അവാന്തര വിഭാഗങ്ങളുടെ വൈകൃതങ്ങളാകുന്ന വിശ്വാസധാരകളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തുക എന്ന അജണ്ടയോടുകൂടെയാണ് സഹോദരന്മാരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളത്. നേരത്തെ ഇവിടെ നടന്ന കീലത്ത് മുഹമ്മദ് മാസ്റ്ററുടെ പ്രഭാഷണത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൽകിയ സംഭാവനകളും ആ ആത്മീയമായ പണ്ഡിത സഭ കേരളത്തിൽ രൂപപ്പെടാനുണ്ടായ സാഹചര്യങ്ങളുമെല്ലാം വളരെ കൃത്യമായും വളരെ വിശദമായും ഇവിടെ വിശദീകരിച്ചതാണ്. മറുപടി എന്ന വ്യാജേനെ വയറ്റിപ്പഴപ്പിനുള്ള അന്നം തേടി പത്തപ്പിരിയത്തെ തെരുവിൽ കടന്നു വരുന്ന ചില ആളുകൾ അത്തരം ആദർശപരമായും നയപരമായും ചിന്താപരമായുമുള്ള വൈജ്ഞാനിക ചർച്ചകളിൽ നിന്ന് വഴുതിമാറി തങ്ങൾ പഠിച്ചതും തങ്ങളെ കയ്യിലുള്ള കൈമുതലുമായ ഭരണിപ്പാട്ടുകളുടെയും ചെറിയഭിഷേകങ്ങളുടെയും മേച്ചിൻപുറങ്ങൾ തേടിപ്പോകുന്ന അത്തരം കക്ഷികൾ ആ ചർച്ചകളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പുതിയ വാചക കസർത്തുകളും വിഴുപ്പുപാണ്ഡങ്ങളും ഈ തെരുവിൽ വിസർജിക്കുകയായിരുന്നു. അതിനുശേഷം ബഹുമാനരായ പത്തപ്പിരിയ ഉസ്താദ് ആർജവത്വത്തോടെ
ഈ പ്രദേശത്ത് കടന്നു വന്ന അത്തരം കക്ഷികളോട് ആദർശപരമായും വൈജ്ഞാനികപരമായും ചർച്ച നടത്തുകയും ആ ചർച്ചകളിൽ നിന്നും മുയ്യിനെ പിടിച്ചതുപോലെ സമർത്ഥമായി തടിയൂരിയ ആളുകൾ വീണ്ടും ഈ സമുദായം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പണ്ഡിത മഹത്തുക്കളെ താറടിക്കാനുള്ള വൃത്തികെട്ട തെറിയഭിഷേകങ്ങളെ കൊണ്ട് ഈ തെരുവിനെ മലീമസമാക്കാൻ ശ്രമിച്ചു എന്നത് വളരെ സങ്കടത്തോടെ ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തൊരാദർശമാണോ വിഭാവനം ചെയ്യുന്നത്, ആ ആദർശത്തെ പ്രബോധനം ചെയ്യാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ കീഴ്ഘടകങ്ങളായി, അതിന്റെ നേതൃത്വം അംഗീകരിക്കുന്ന സംഘടനകളായി അംഗീകരിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഈ രാജ്യത്ത് നിർവഹിക്കാനുള്ള ദൗത്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് ആണോ ആ സ്ഥാപിത ലക്ഷ്യം ഉദ്ദേശിച്ചത്, ആ ലക്ഷ്യത്തിലൂടെ കടന്നു പോവുകയാണ് ആദർശ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത്. വിനീതനായ പത്തപ്പിരിയ ഉസ്താദിന്റെ നേതൃത്വത്തിൽ തൗഹീദ് അചഞ്ചലമാണ് എന്ന ശീർഷകം വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തോട് തൗഹീദ് കൊണ്ട് 80 കൊല്ലം കലഹിച്ച് ആ കലഹം അവസാനം ചരിത്രത്തിന്റെ കുപ്പത്തൊട്ടിയിലേക്ക് ആ പ്രസ്ഥാനത്തെ തന്നെ കൊണ്ടുപോയ പരിതസ്ഥിതിയിൽ പത്തപ്പിരിയത്തെ വായനശാലയിൽ വെച്ച് നടത്തിയ വളരെ വിപുലമായ ആദർശ പ്രഭാഷണം, ആ ആദർശ പ്രഭാഷണത്തെ നയപരമായും വൈജ്ഞാനികപരമായും പ്രതിരോധിക്കാൻ കഴിയാത്ത ഈ രാജ്യത്തെ വഹാബി നേതൃത്വത്തിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണോ ഈ രാജ്യത്തിന്റെ കവലയിൽ SKSS ഈ വിവാദം കൊണ്ടുവന്നത് എന്ന് ന്യായമായും ഞങ്ങൾ സംശയിക്കുകയാണ്. നിങ്ങൾ ഈ സമുദായത്തോട് ചെയ്യേണ്ട ഒരു സേവനമുണ്ട്. ഏതാ പത്തപ്പിരിയത്തെ ഏത് വഹാബിയാണ് നിങ്ങൾക്ക് ഈ വേദി കെട്ടാൻ അച്ചാരം തന്നത് എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഈ സേവനം നിങ്ങൾക്ക് വായനശാലയിൽ കൊണ്ടുപോയി തൗഹീദിനെ കുറിച്ച് പറയാൻ, ഇസ്ലാമിനെ കുറിച്ച് പറയാൻ കൂട്ടരെ നിങ്ങളുടെ അജണ്ട ചെലവഴിച്ചിരുന്നുവെങ്കിൽ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും നിങ്ങൾക്കത് മുതൽക്കൂട്ടാകുമായിരുന്നില്ലേ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത് എന്തിനാ? നിങ്ങളുടെ തന്നെ നേതാക്കൾ പലപ്പോഴും പറയാറുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. കോട്ടുമല ബാപ്പു മുസ്ലിയാർ പറയട്ടെ, അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ബിദഈ കക്ഷികൾ കടന്നു വന്നപ്പോൾ ആ ബിദഈ കക്ഷികളെ പ്രതിരോധിക്കുവാനും യഥാർത്ഥ ഇസ്ലാമിക വ്യവസ്ഥിതിയെ ഈ രാജ്യത്ത് കെട്ടിപ്പടുക്കാനും പടുത്തുയർത്താനും പരിരക്ഷിക്കാനുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതെന്ന് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ സ്ഥാപിത ലക്ഷ്യമായി കോട്ടുമല ബാപ്പു മുസ്ലിയാർ വിശദീകരിക്കുകയാണ്. ഈ ഒരു പാരമ്പര്യം മുസ്ലിം സമുദായത്തിൽ നിലനിർത്തിപ്പോന്ന 1300 വർഷക്കാലം കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരഭിപ്രായ വ്യത്യാസം ഇവിടെ ഇല്ല, ഒരു തർക്കവുമില്ല. നടന്നു വരുന്നതൊക്കെ നമ്മളെ വാപ്പാരും പാപ്പാരും അതിന്റെ അപ്പുറത്തെ തലമുറക്കാരും അതിന്റെ അപ്പുറത്തുള്ളവരുമായിട്ട് റസൂല് വരെ ചെന്നെത്തുന്ന ആ പൂർവീക പാരമ്പര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. അവരെങ്ങനെ നിസ്കരിച്ചോ, അങ്ങനെ ഖുതുബോദിയോ, ആരൊക്കെ പള്ളിയിൽ വന്നോ, എന്തെല്ലാം ആചാരങ്ങൾ അവർ നടത്തിയോ, ഇതൊക്കെ എന്നാൽ ഈ മുസ്ലിങ്ങളെ നമ്മൾക്ക് സംരക്ഷിക്കാൻ ഒരു നിലക്കും സാധ്യമാകുകയില്ല. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ഇറങ്ങണം, ഉടനെ തന്നെ നമ്മൾ സംഘടിച്ച് ഉടനെ മുസ്ലിം സമുദായത്തിന് അവരുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ഒക്കെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കണം. അതിനെതിരിൽ വന്ന വിഭാഗക്കാരാരാണോ അവരുടെ ആശയങ്ങളും ആദർശങ്ങളും വാദഗതികളും അത് എന്താണ് എന്ന് വ്യക്തമായി മുസ്ലിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തെ ഇവിടുത്തെ പണ്ഡിതന്മാർ ആ പ്രസ്ഥാനമുണ്ടാക്കി ആ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ആദർശങ്ങളും ആചാരങ്ങളും ഇവിടെ പ്രചരിപ്പിക്കാൻ രംഗത്ത് വന്നു. ഇതിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. ഈ രാജ്യത്ത് ബഹുമാനപ്പെട്ട പത്തപ്പിരിയ ഉസ്താദും ഈ പ്രദേശത്തെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും അവരിവിടെ സുബൈക്ക് ഖുനൂത്ത് ഓതുന്നവരാണ്. മുസ്ലിയാക്കന്മാരെ സുബൈക്ക് ഖുനൂത്ത് ഓതാൻ നിൽക്കുന്ന ഒരു ടീം വേറുണ്ട് ഇവിടെ, ഒരു വഹാബികളാണ്. മരിച്ചെടുത്ത് ഖുർആൻ ഓതാത്ത ടീമുണ്ട് ഇവിടെ, അവർ മുബ്തദീകളാണ്. അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കാണെന്ന് പറയുന്ന ടീമുണ്ട് ഇവിടെ, അത് ഈ രാജ്യത്തെ വഹാബികളാണ്. അവരോട്
ആദർശപരമായി പ്രതിരോധം സൃഷ്ടിച്ച് ഇസ്ലാമിന്റെ ആധ്യാത്മികധാരയെ പാരമ്പര്യ വഴിയിലൂടെ പരിരക്ഷിക്കാനാണ് ഈ പണ്ഡിത സഭ രൂപീകരിക്കപ്പെട്ടതെങ്കിൽ പത്തപ്പിരിയത്ത് ഈ അടുത്ത കാലത്ത് ആ പണി നിങ്ങൾ എത്രയാ ചെയ്തത്? ഇവിടുത്തത് മാത്രം മൂക്കിന്റെ കൊടുത്ത് എടുക്കാൻ പറയും. ഈ പ്രദേശത്ത് നിങ്ങൾ എന്തു ചെയ്തു അതിനു വേണ്ടി? സഹോദരന്മാരെ, ഇനി അദ്ദേഹം തന്നെ പറയട്ടെ, അങ്ങനെ രൂപീകരിച്ച സമസ്തയുടെ നേതാക്കളായി ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പണ്ഡിതന്മാർ അതിനുവേണ്ടി ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ബഹുമാനപ്പെട്ട EKS മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അദ്ദേഹം അതിനുവേണ്ടി ചെയ്ത സേവന പ്രവർത്തനങ്ങളെ അദ്ദേഹം തന്നെ വിശദീകരിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ മഹാനായ മർഹൂം EK ഹസൻ മുസ്ലിയാർ നഗറാണ്. ഈ നഗർ മഹാനവറുകളുടെ നാമധേയത്തിലാണ് ഈ നഗരി ഒരുങ്ങിയിരിക്കുന്നത്. ആരായിരുന്നു മഹാനവറുകൾ? പരിശുദ്ധ ദീനിന്റെ, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലം ഈ സമുദായത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ തന്നെ ഒഴിഞ്ഞുവെച്ചതായിരുന്നു. ആ മഹാനവറുകളെ പരിശുദ്ധമായ ഈ ദീനിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി അതിനെതിരിലുള്ള എല്ലാ വിഭാഗക്കാരെയും അടിച്ചൊതുക്കി അവരെ മുഴുവനും ഉദ്ദേശങ്ങളും അവരുടെയൊക്കെ ആവശ്യങ്ങളും ഒരു നിലക്കും ഇവിടെ നടത്താൻ സാധ്യമാകാത്ത വിധത്തിൽ ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായത്തിൽ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത മഹാനാണ്. ആ മഹാനവറുകളുടെ നാമം. അങ്ങനെയുള്ള മഹാന്മാരുടെ പാരമ്പര്യവും പൈതൃകവും അവകാശപ്പെടാൻ കഴിയുന്ന എത്ര കണ്ട് നിങ്ങളെ കൂട്ടത്തിൽ ഈ ഒരു EKS മുസ്ലിയാരുടെ പാരമ്പര്യം ജീവിതത്തിൽ ഏറ്റെടുത്ത ഒരു മുസ്ലിയാർ നിങ്ങളെ സ്റ്റേജിലുണ്ടായിരുന്നെങ്കിൽ പത്തപ്പിരിയത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് വഹാബികളൊന്നും നിങ്ങളെ കസാല ഫുള്ളാക്കി തരൂല. മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ട് ആദർശത്തിന് വേണ്ടിയുള്ള പ്രബോധനത്തിലേക്ക് വരാൻ ഇവിടെയുള്ള എസ്കക്കാരെ ആമുഖമായി വിനയത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെ സഹോദരന്മാരെ, മഹാനായ EKS മുസ്ലിയാർ, ആ EKS മുസ്ലിയാരുടെ ആദർശ പടയോട്ടങ്ങൾക്ക് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃനിരയിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ആദർശ പോരാളിയായി മുസ്ലിം കൈരളി പരിചയപ്പെട്ട പണ്ഡിതനാരാ? മഹാനായ അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശി, ആദർശ പ്രസ്ഥാനത്തിന്റെ അജയ്യരായ നെടുന്തൂൺ ഖമറുൽ ഉലമ കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാർ. EKS മുസ്ലിയാർക്ക് ശേഷം ആ പടയോട്ടത്തിന് കാർമ്മികത്വം വഹിച്ച പണ്ഡിതനാണ്. അന്നൊക്കെ ഇന്ന് സമസ്തയുടെ അവകാശികളാണെന്ന് പറഞ്ഞ് സ്വന്തം ആസനത്തിൽ തഴമ്പ് തിരയുന്ന പലരെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലായിരുന്നു എന്നതല്ലേ വസ്തുത. ഇരിക്കട്ടെ, ആ കാന്തപുരം ഉസ്താദ് അന്ന് നടത്തിയ ആദർശപ്പടയോട്ടം കൊട്ടപ്പുറത്തിന്റെ കട്ടപ്പാടങ്ങളിൽ നിന്ന് അന്ന് കാന്തപുരം ഉസ്താദ് ഉതിർത്തുവിട്ട ചോദ്യശരങ്ങൾ, എന്താണ് മൗലവി പ്രാർത്ഥന, എന്താണ് മൗലവി തൗഹീദ്, എന്താണ് മൗലവി ശിർക്ക്, ഇത് നിർവചിക്കാതെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പ്രഖ്യാപനം മുസ്ലിം കൈരളി ഏറ്റെടുക്കുകയും പത്തപ്പിരിയത്തെ പല വഹാബി പ്രസ്ഥാനത്തിന്റെയും ഹെഡ് ഓഫീസിന്റെ ചുവട്ടിൽ ഇന്ന് നടക്കുന്ന ചർച്ച എന്താണ് പ്രാർത്ഥന എന്നതാണ്, എന്താണ് ശിർക്ക് എന്നതാണ്, എന്താണ് തൗഹീദ് എന്നതാണ്. ഇങ്ങനെ ഈ ഒരു പരിതാപകരമായ സ്ഥിതിവിശേഷം വഹാബി പ്രസ്ഥാനത്തിൽ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അന്ന് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കിയെടുത്ത ആർജവവീര്യം ആവാഹിച്ചെടുത്ത ആയിരങ്ങളായ ആദർശപ്പടയാളികൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടത്തിയ ധീരമായ ചെറുത്തുനിൽപ്പുകൾ, ആ ചെറുത്തുനിൽപ്പുകളെ ഇല്ലായ്മ ചെയ്യാൻ മഹാനായ കാന്തപുരം ഉസ്താദിനെ ഒറ്റപ്പെടുത്തണമെന്ന തിരിച്ചറിവിൽ നിന്ന് ചില നിഷ്കളങ്കരായ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദിനെതിരെ തിരിച്ചുവിടുകയും, പക്ഷേ ജീവിതത്തിന്റെ ആ അന്ത്യയാമങ്ങളിൽ മഹാനായ ശംസുൽ ഉലമയെ പോലെയുള്ളവർ ഇതൊരു ചതിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് സമസ്ത യോജിക്കണമെന്നും ഇനിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിലുള്ള ഗ്രൂപ്പ് തർക്കം കൊണ്ട് രാജ്യത്തിന്റെ കവലകൾ മലീമസമാകരുത് എന്നും പ്രസ്താവിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഇന്ന് വഫാത്തായി പോയത് എന്ന് 1996
ചന്ദ്രികാ ദിനപത്രത്തിൽ അദ്രൈമാൻ കല്ലായി എഴുതിയ പച്ചമലയാളത്തിലെ ലേഖനമുണ്ട്. മഹാനായ ശംസുൽ ഉലമയെ പോലെയുള്ളവർ അത് തിരിച്ചറിയുകയായിരുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ ഈ രാജ്യത്ത് വഹാബി പ്രസ്ഥാനത്തിന്റെ 80 കൊല്ലത്തെ എല്ലാവിധ തൗഹീദി അജണ്ടകളെയും എല്ലാവിധ നിർമ്മിത തൗഹീദിന്റെ അജണ്ടകളെയും തകർത്തു തരിപ്പണമാക്കി ചീട്ടുകൊട്ടാരം പോലെ കേരളത്തിന്റെ മാറിടത്തിൽ തകർന്നു തരിപ്പണമായ വഹാബി പ്രസ്ഥാനത്തെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം അത് താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും കീഴിലുള്ള ആദർശ പ്രസ്ഥാനമാണ് എന്നത് സഹോദരന്മാരെ ഞങ്ങൾക്ക് മാത്രമേ അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ പറയൂ, ഞങ്ങളെപ്പോലെ ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ പതനത്തിന് ഇന്നലകളിൽ പണിയെടുത്തവരാരാ? ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. അറിയില്ലേ നിങ്ങൾക്ക് നാദാപുരത്ത് ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ ഹുസൈൻ സലഫിയുമായി മഹാനായ പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നല്ല ആവേശപുളകിതമായ എത്രയെത്ര ഭാഗങ്ങൾ, എത്രയെത്ര ക്ലിപ്പുകൾ, എത്രയെത്ര ഭാഗങ്ങളാണ് നമുക്ക് ആ ഖണ്ഡന മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ചത്. നോക്ക് നിങ്ങൾ, ഇങ്ങനെ ഓർക്കാനുള്ള ഒരുപാട് ക്ലിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. മഹാനായ പേരോട് ഉസ്താദ് നാദാപുരത്തെ ഖണ്ഡനത്തിൽ ഹുസൈൻ സലഫിയെ മൂക്കുകൊണ്ട് റാവരപ്പിക്കുന്ന രംഗം, ഇത്തരം രംഗങ്ങൾ കേരളത്തിലെ ആദർശ പ്രസ്ഥാനത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് കൂട്ടരെ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വിളിക്കുന്നവരോടെ ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയൊക്കെ ഈ പരിപാടി ഇവിടെ നിന്റെ ചെരുപ്പെടുത്ത് നടക്കും ഞങ്ങൾ. ആയത്ത് കണ്ടോളി. ഫൈൻ സിബിനലക്കും നോക്കോ, ഫൈൻ സിബിനലക്കും. എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്. നിർത്തിവെക്കല്ലേ, നിർത്തിക്കോ, ഇന്ന് മുതൽക്ക് നിർത്തിക്കോ. സർസംഗം നോക്കോ, ഫൈൻ സിബിനലക്കും. ഒന്നും കൂടി വെക്ക്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. വെല്ലുവിളിക്കല്ലേ നാദാൾക്ക് വന്നു. വെല്ലുവിളിക്കുന്നവരോടെ ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയപ്പോ ഈ പരിപാടി ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങൾ. പച്ചക്കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. നോക്കൂ, ഫൈൻ തിബിനലക്കും, ഫൈൻ തിബിനലക്കും, ഫൈൻ തിബിനലക്കും. സർവ്വഭൗമിമാരും നടക്കും ചെരുപ്പം കൊണ്ട്. അപ്പോ ഇരിക്കട്ടെ, ഇപ്പൊ വഹാബികൾ ചെരുപ്പെടുത്തോ? വഹാബി പ്രസ്ഥാനത്തിൽ ഏകദേശം 10 കൊല്ലക്കാലം നമ്മളോട് വാദപ്രതിവാദത്തിലും ഖണ്ഡന പ്രസംഗത്തിലും നിന്നിരുന്ന 40ഓളം വരുന്ന വഹാബി മൗലവിമാർ ഇന്ന് ആ പ്രസ്ഥാനത്തിൽ ഇല്ല കൂട്ടരെ. എന്റെ കാരണോ ഒക്കെ ചെരുപ്പെടുത്തു പോയി അല്ലേ? എസ്കക്കാർ ഇങ്ങനെയൊക്കെ ഒരു ക്ലിപ്പ് കേൾക്കാൻ നിങ്ങൾക്കില്ലേ പൂതി അല്ലേ? കടുകുമണിയോളം കൽബിൽ സുന്നത്തിയമായിട്ടുണ്ടെങ്കിൽ പഠിച്ചോനെ ഞങ്ങളെ നേതാക്കളും ഇങ്ങനെയൊക്കെ വഹാബികളോട് ഒരു പ്രസംഗം നടത്തുന്ന കാലം സ്വപ്നം കാണാൻ. സുഹൈർ ചുങ്കത്ര സ്വപ്നം കണ്ട മാതിരി അല്ലെങ്കിലും ഒരു ചെറിയ സ്വപ്നമൊക്കെ നിങ്ങൾക്കും പൂതിയില്ലേ? ഇല്ലേ? ഇനി നോക്ക് നിങ്ങള്, ബഹുമാനപ്പെട്ട കൊളത്തൂർ ഉസ്താദ് ചാലിയത്ത് വെച്ച് മറ്റൊരു മൗലവിയെ റാവരപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറുമായി ബന്ധപ്പെട്ട് അതാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയാം. നിങ്ങളത് ഉയർത്തിക്കാണിക്കുമെന്ന്. പക്ഷേ വെല്ലുവിളിക്കുന്നു ഈ ചാലിയത്ത് വെച്ച്. ഇനി ഇവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽ സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫ് റസാഖ് പുറത്തിറക്കിയത്? ജുസുൽ മഖ്കൂദ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ, മുസന്നഫ് റസാഖിൽ നിന്ന് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ എന്ന് പറഞ്ഞ് ആ ഉണ്ടാക്കിയ പുസ്തകം അതാരാ പുറത്തിറക്കിയത്? ആരാ അതിനെ അവതാരിക എഴുതിയത്? എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത്? എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്?
നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണോ ഒരു കിതാബ് അത് ചോദിച്ചിട്ട് ഇതൊക്കെ ചോദിക്കണോന്ന് സഖാഫി ചോദിച്ചാൽ അപ്പൊ അതിന്റെ മറുപടി ഞാൻ പറയാം. അതിന്റെ മറുപടി നമ്മളെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ്. നമ്മളൊക്കെ ഒരു മറുപടിയെങ്കിലും ഉണ്ടായല്ലോ, അൽഹംദുലില്ലാ. വലിയ സന്തോഷം തന്നെ. എനിക്ക് അതിൽ വലിയ താല്പര്യമുണ്ട്. എന്നാൽ അടുത്ത പ്രാവശ്യങ്ങൾ ആ മറുപടി ഒന്ന് പറയണം. എനിക്ക് അത്രേ പറയേണ്ടതുള്ളൂ. വലിയ വായിൽ മൂപ്പരെ വെല്ലുവിളിയാണ് ഇപ്പോൾ. ഓരോടത് കണ്ടുപിടിച്ചത്, ഓരോടത് പ്രസിദ്ധീകരിച്ചത്. എന്നാ ഞാൻ ഓരോന്നിനും മറുപടി പറയാം. വെക്ക് ഓരോ ചോദ്യം കിട്ടാപ്പെടുക്ക്. സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുത്തന്നഫത്ത് പുറത്തിറക്കിയത്? മറുപടി പറയും. സഖാഫികളോട് അല്ലാത്തവരോട് ചോദിച്ചിട്ട് കാര്യമല്ല എന്ന് ഓൽക്കറിയാം. അപ്പോ എന്തേലും ഒന്ന് കിട്ടണ്ടേ? അതിന് വലിയ നല്ലത് എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കൗമ് ഈ ആദർശ പ്രബോധന രംഗത്ത് എസ്കേറിനൊരു സാധനം ഉണ്ടോ ചരിത്രത്തിൽ? അതൊക്കെ തെളിയിക്കടോ എസ്കക്കാരാ. ആണുങ്ങളാണെങ്കിൽ തോന്നിയാസം പറയാൻ വലിയ യോഗ്യതയൊന്നും വേണ്ട. ആണുങ്ങളാകാനാ യോഗ്യത വേണ്ടത്. നൂറുമായി ബന്ധപ്പെട്ട് അതാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത്. ഞങ്ങൾക്കറിയാം നിങ്ങളത് ഉയർത്തിക്കാണിക്കുമെന്ന്. പക്ഷേ വെല്ലുവിളിക്കുന്നു, വിളിച്ചാലിയത്ത് വെച്ച് ഇനി ഇവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽ സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുത്തന്നഫത്ത് പുറത്തിറക്കിയത്? ജുസുൽ മഖ്കൂദ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ, മുസന്നഫത്ത് റസാഖിൽ നിന്ന് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ എന്ന് പറഞ്ഞ് ആ ഉണ്ടാക്കിയ പുസ്തകം അതാരാ പുറത്തിറക്കിയത്? ആരാ അതിനെ അവതാരിക എഴുതിയത്? എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത്? എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണോ ഒരു കിതാബ്? അത് ചോദിച്ചിട്ട് ഇതൊക്കെ ചോദിക്കണോന്ന് സഖാഫി ചോദിച്ചാൽ അപ്പൊ അതിന്റെ മറുപടി ഞാൻ പറയാം. അതിന്റെ മറുപടി നമ്മളെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ്. നമ്മളൊക്കെ ഒരു മറുപടിയെങ്കിലും ഉണ്ടായല്ലോ, അൽഹംദുലില്ലാ. വലിയ സന്തോഷം തന്നെ. എനിക്ക് അതിൽ വലിയ താല്പര്യമുണ്ട്. എന്നാൽ അടുത്ത പ്രാവശ്യങ്ങൾ ആ മറുപടി ഒന്ന് പറയണം. എനിക്ക് അത്രേ പറയേണ്ടതുള്ളൂ. വലിയ വായിൽ മൂപ്പരെ വെല്ലുവിളിയാണ് ഇപ്പോൾ. ഓരോടത് കണ്ടുപിടിച്ചത്, ഓരോടത് പ്രസിദ്ധീകരിച്ചത്. എന്നാ ഞാൻ ഓരോന്നിനും മറുപടി പറയാം. വെക്ക് ഓരോ ചോദ്യം കിട്ടാപ്പെടുക്ക്. സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുത്തന്നഫത്ത് പുറത്തിറക്കിയത്? മറുപടി പറയുന്നു. അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു മാനി അൽ ഹുമൈരി, അതായത് ദുബൈയിലെ ഔഖാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന വിശ്രുത പണ്ഡിതനാണ്. അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹ് എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. ചോദ്യം വരട്ടെ. ഒന്നാം ചോദ്യത്തിന്റെ മറുപടി. ആരാ അതിന് അവതാരിക എഴുതിയത്? കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അവതാരിക എഴുതിയ ആള് ദുക്തൂർ അൽ മുഹദ്ദിസ് മഹ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അശ്ശാഫഈ. രണ്ടാം ചോദ്യത്തിന്റെ മറുപടി. ഈ ചോദിക്കുക, അടുത്ത ചോദ്യം ചോദിക്കുക. എവിടെ നിന്നാണ് അത് പുറത്തിറങ്ങിയത്? പുറത്തിറങ്ങിയത് ദുബൈയിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. ചോദിക്ക. എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്. സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത്. പറയൂ. ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ഹിജറ 933 റമളാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി ആ കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന് വിരമിച്ചത്. ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? അത് ഇമാം ഖസ്സലാനിയും ഇമാം സുയൂത്തിയും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയും ഒക്കെ അവലംബിച്ച ഏത് കയ്യെഴുത്ത് പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പറഞ്ഞ മറുപടി എനിക്കൊന്ന് കേൾക്കണം. ചോദ്യം. അപ്പോ സഹോദരന്മാരെ, തോട്ടൂനൊരു സിസ്റ്റർ വലിച്ച രസം, ഇങ്ങൊക്കൊരു നുറുക്കും കട്ടൻ ചായയും കുടിച്ച രസം അറിയും ജീവിതത്തിലേക്ക്. വേറെന്ത് രസാ കൂട്ടരെ നിങ്ങൾക്ക് അറിയാം? ഇസ്ലാമിക പ്രബോധനം ഇങ്ങനെയാ. വൈജ്ഞാനിക ചർച്ചകളാണ് ആവശ്യം, അല്ലേ? അങ്ങനെ മൂവാറ്റുപുഴ വെച്ച് നമ്മുടെ ഹസ്സനിമാർ വഹാബിത്തിന്റെ നെറുകയിൽ കോടാലി കൊണ്ട് അമർത്തി മേടി രണ്ടാക്കി കൈ കൊടുത്ത്. ഇപ്പൊ എന്താ അവസ്ഥ? ഒരു കൗമ് മറ്റൊരു കൗമിനെ തൗഹീദിന്റെ പേരിൽ വരട്ടാൻ. അവസാനോ ജിന്ന് മുജാഹിദ് പറഞ്ഞ പുതിയ മുജാഹിദ് നടത്തം പഠിച്ചിണീന്റെ മുമ്പ് തന്നെ വാദം പിടിച്ച പോലെ, അല്ലേ? ആലുവയിൽ വെച്ച് നടന്ന സംവാദം, ഇപ്പൊ മൂവാറ്റുപുഴ നടന്ന സംവാദം പ്രചരിപ്പിക്കുന്നത് സക്കരിയ സോലായി. ആലുവയിൽ നടന്ന സക്കരിയാക്കെതിരെയുള്ള സംവാദം പ്രചരിപ്പിക്കുന്നത്
അനീഫ മൗലവി, നിങ്ങളേത് ലോകത്താ? നിങ്ങൾക്ക് കഥ അറിയോ? ഞങ്ങളെ പ്രസ്ഥാനം ഇപ്പൊ എവിടെയുള്ളത് നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ചാലിയാർ പോയിലെ വെള്ള പ്രശ്നം മനസ്സിലായി നിങ്ങൾക്ക്? നാളെ ഞങ്ങൾക്ക് അമേരിക്കയിൽ, ഇന്നലെ മഹാനായ ഖമറുലുലമാ കാന്തപുരം ഉസ്താദ് കടന്നു ചെന്നത് സൗദിയുടെ അധികാര കേന്ദ്രങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന പ്രവാസികളുടെ കഥ പറയാനാ കൂട്ടരെ. നിങ്ങളേത് ഡാഷിലാന്നാ ഞാൻ ചോദിക്കണുള്ളൂ, തോട്ടുവിന്റെ മലയാളം അറിയാത്തതുകൊണ്ട്. മനസ്സിലായോ? പറയൂ നിങ്ങൾ തന്റെ ഇടം. ഞങ്ങളെ വിഷയം ഇതൊക്കെയാണ് അല്ലേ? ഇനി നോക്കുങ്ങള്, ആലുവയിലെ വ്യവസ്ഥയുടെ ചർച്ചയുടെ ക്ലിപ്പിങ്ങുകൾ മറ്റേ മുജാഹിദിട്ടിട്ട് പ്രചരിപ്പിക്കുക. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ കുന്നുകരയിൽ വെച്ച് നടന്ന സംവാദത്തിൽ ഇതൊരു വലിയ കാര്യത്തിൽ പറഞ്ഞു. പ്രാർത്ഥന അല്ലാഹു ജിന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളും ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറയുന്ന ആളുകളും AP വിഭാഗത്തിൽപ്പെട്ട ആളുകളും തമ്മിൽ ചർച്ച നടന്നു. ആ ചർച്ചയിൽ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറയുന്ന ആളുകൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ഞങ്ങളത് പറയുന്നു, അള്ളാഹു അല്ലാത്തവരോട് ദുആ തേടുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞപ്പോ സുന്നി വിഭാഗത്തിലെ മുസ്ലിയാർ എഴുന്നേറ്റ് എന്താ പറഞ്ഞത്? അതിലാർക്കാ തർക്കം? മനസ്സിലാക്കിയിട്ടുള്ള സുന്നികൾ അള്ളാഹ് ചെയ്യുന്നത് ദുആ ആണ് എന്നാണ്. സഹോദര, ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ദുആ അല്ല എന്നാണ്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ ഞങ്ങൾക്കും തർക്കമല്ല. മറിച്ച് തർക്കം ദുആ എന്താണ് എന്നിടത്താണ്. ദുആ അദൃശ്യമാകുമ്പോഴാണ് എന്നാണ് ഇതുവരെ നിങ്ങൾ പറഞ്ഞത്. പക്ഷെ നിങ്ങളത് മാറ്റി. നിങ്ങളിപ്പോ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മാറ്റം വന്നത് അവിടെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്നും ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ഈ വചനം വന്ന് ചോദിച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ, ആരോടും ചോദിക്കരുത് എന്ന് പറഞ്ഞപ്പോ ജിന്നിനോട് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അത് അത് പ്രാർത്ഥനയായ ദുആനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ആര് പറഞ്ഞു? ആ പ്രാർത്ഥനയാകുമ്പോൾ അള്ളാഹുവിനോട് പറ്റുള്ള വിഷയം ഞങ്ങൾക്ക് തർക്കല്ല, നിങ്ങൾക്കും തർക്കല്ല. പക്ഷെ പറഞ്ഞത് അങ്ങനെയാണ് എന്ന് നിങ്ങൾ എവിടുന്ന് കിട്ടി? അങ്ങനെയാണെന്ന് ഞങ്ങളും പറയുന്നത്. അങ്ങനെയാണ് തർക്കമല്ലല്ലോ. പക്ഷെ അത് ജിന്നിനോടാകുമ്പോ അത് പ്രാർത്ഥനയാകുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ജിന്നിനോടാണെങ്കിൽ അത് ജിന്ന് മരിച്ചതാണെങ്കിലേ ആവുള്ളൂ, അല്ലെങ്കിൽ ജിന്ന് നമ്മുടെ റേഞ്ചിന് പുറത്താണെങ്കിലേ ആവുള്ളൂ എന്നാണ്. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്ന കാര്യത്തിൽ ഞങ്ങൾക്കും തർക്കമില്ല. നേരെ മറിച്ച് നിങ്ങൾ പറയുന്ന സഹായവേട്ടമുണ്ടല്ലോ, ആ സഹായവേട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അവിടെ നൗഷാദ് ഹസ്സനി ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ആരൊക്കെയുണ്ട്? ഒരു ദാരിമിയുണ്ട്, ഒരു ഫൈസിയുണ്ട്, അതേപോലെ തന്നെ ഒരു മദീനിയുണ്ട്, ഇതൊന്നും അല്ലാത്തൊരു ഫാരിസിയുണ്ട്. ലബ്ബദാരിമിയുണ്ട്, ഇബ്രാഹിം ഫൈസിയുണ്ട്, ഷമീർ മദീനിയുണ്ട്, സൽമാനുൽ ഫാരിസിയുണ്ട്. നൗഷാദ് ഹസ്സനി ചോദിച്ചു, കാരണം ജിന്നെ രക്ഷിക്കണേ, മുളയിൽ വീണ മൗലവി വിളിച്ചു പറയുകയാണ്. സർക്കാരൻ നേരം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരു ജിന്നിനെ വിളിച്ചു ജിന്നേ ശൈത്താനെ വിഷയിച്ച് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാന്ന് പറയാൻ ധൈര്യമുള്ള ജിന്നുണ്ടോ? വെല്ലുവിളിക്കുന്നു. എന്തിനാണോ നിങ്ങളെ പച്ചരി? ഞങ്ങളെ ചോദ്യ പുഴയിൽ വീണ മൗലവി ഹയ്യും ഖാദിറും ഹാദിറുമായ ഇഫ്രീത്തിനെ വിളിച്ച ശിർക്കാണോ അല്ലേ? ഇത് പറയാണ്ട് ഹയ്യും ഹാലിറും ഖാദിറുമായ ജിന്നിനോട് ഒരു ഭൗതിക സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് നൗഷാദ് ഹസ്സനി ചോദിച്ചിട്ട് മാ പറയാൻ ഒരാൾക്കും കഴിഞ്ഞില്ല, മിണ്ടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല വേറെ രസമുണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ പറ്റി ഏറ്റവും വലിയ ഒരു ആരോപണം എന്താ? നമ്മളുടെ ആദർശത്തെ ചോദ്യം ചെയ്യല. ആ ചർച്ച നടക്കുമ്പോ വഹാബ് സഖാഫി മമ്പാട് ലബ്ബദാരിനിയെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ലബ്ബദാരിനി മൂവാറ്റുപുഴ സംവാദം കഴിഞ്ഞ് പോകുമ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളൊന്ന് ആലോചിക്കണമെന്ന്, നിങ്ങളൊന്ന് പഠിക്കണമെന്ന്? അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്താ? ഞാൻ ആലോചിച്ചിട്ട് വരാം, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വാ എന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കട്ടെ എന്നല്ലേ നിങ്ങളെന്ന് എന്നോട് പറഞ്ഞത്? അപ്പോ ഞങ്ങൾ അള്ളാന്റെ ഭൂമിയിൽ ഇങ്ങനത്തെ ആ സക്കരി ഞങ്ങളെ വണ്ടി കയറ്റിയല്ല ഞാൻ ആലോചിച്ചു. ഈ ജാതി ഒരു വണ്ടിയിൽ ലബ്ബാദാരും ഈ ബേഷാൻ കാലത്ത് ഞങ്ങളോട് കഴിഞ്ഞ മൂവാറ്റുപുഴ സംവാദം കഴിഞ്ഞ് പോയപ്പോ സ്നേഹത്തോടെ പറഞ്ഞില്ലേ, നിങ്ങൾ ആലോചിച്ച് വരാമെന്ന് സ്വകാര്യമായി പറഞ്ഞാലേ പിന്നെ എന്തേ സക്കരി നിങ്ങൾക്ക് തന്നതെന്നാണ് നമുക്ക് അറിയാത്തത്.
എന്ന് വഹാബ് സഖാഫി ചോദിച്ചപ്പോ ഒന്നുകിൽ ലബ്ബ പറയണം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ലബ്ബയോടൊപ്പമുള്ളവർ പറയണം, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തേ പറയാൻ കഴിയാത്തത്? ലബ്ബ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയലൊക്കെ സത്യ. അപ്പോ എസ്കക്കാരെങ്ങനെ ഒരു ആഗ്രഹങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ കാലാകാലം പി ഉസ്താദ് സൈഡാവണോ കാത്തു നിന്നാൽ നിങ്ങൾ ആയുസ് പോയി കിട്ടും. നിങ്ങൾ വിഷയത്തേക്ക് വരി, നമ്മളൊന്ന് ഒന്നിച്ച് പിടിക്ക. ഇപ്പം ഏത് വികലാംഗനും കൂടിയ കിട്ടും വഹാബികളെ, ഒന്ന് കൂടിയൊക്ക. അല്ലാതെ ഈ മൂച്ചിപ്പിരാന്തും പറഞ്ഞ് നടക്കുന്ന ഏർപ്പാട് നിർത്തിക്കൂടെ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ രാജ്യത്ത് ആദരണീയരായ പണ്ഡിതന്മാർ രൂപീകരിച്ചത് ആദർശ പോരാട്ടത്തിന് വേണ്ടിയാണെങ്കിൽ ആദർശ പോരാട്ട രംഗത്ത് ആവേശകരമായ ചരിത്രം സൃഷ്ടിച്ച ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ നിന്ന് ഒരു 2 വരി ഈ രാജ്യത്ത് കേൾപ്പിക്കാൻ എസ്കക്കാരന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് കഴിയുമോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, ചികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ്. www.huburrasool.net